ചെറുവിരൽ എന്നാണോ അവിടെ വന്നിരുന്നേ അന്ന് മുതൽ ചെറുവിരലിന്റെ സപ്ലൈ അവസാനിച്ചു, ബ്ലഡ് സപ്ലൈ അവസാനിച്ചു, അതിനോട് ഇട്ടത് ഇൻഫർമേഷൻസ് അവസാനിച്ചു. ശരിയല്ലേ? ശരിയല്ലേ? ഇതേപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. ദൈവം വെക്കാത്ത മേഖലയിലേക്കാണ് നമ്മൾ സ്ലിപ്പ് ചെയ്തു പോകുന്നതെങ്കിൽ നമുക്കുള്ള സപ്ലൈ അവസാനിച്ചു. ദൈവം വെച്ച മേഖലയിലാണ് ഇരുത്തിയിരിക്കുന്നത്, തലയ്ക്കാണ് റെസ്പോൺസിബിലിറ്റി സപ്ലൈ എല്ലാം എത്തിക്കുവാൻ. മനസ്സിലായോ? ദൈവം അത് എത്തിച്ചിരിക്കും. ദൈവം നിന്നോട് സംസാരിച്ചോ? എങ്കിൽ കരങ്ങളെ അടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്താണ്. ദൈവസന്ധ എഴുന്നേൽക്കാം. ഇവിടെ കണ്ണുകളെ അടയ്ക്കാം. കേട്ട വചനം നമുക്കൊരു നിമിഷം ധ്യാനിക്കാം. പല ആഴങ്ങളിലേക്ക് നാം കടന്നു പോകുവാനായിട്ട് സ്വർഗ്ഗത്തിലെ ദൈവം നമ്മളെ സഹായിച്ചു. സമയം എന്താണെന്നും അതിന്റെ വില എന്താണെന്നും അതിലെന്തെല്ലാം നടക്കുന്നുവെന്നും നമ്മൾ ഉയരത്തിലേക്ക് നിന്ന് ചിന്തിച്ചു. ഒരു എയ്റോപ്ലെയിൻ പൊങ്ങുന്നത് പോലെ നമ്മൾ മുകളിലേക്ക് പോയി. രണ്ടറ്റത്ത് നിത്യത നമ്മൾ കണ്ടു, നടുവിൽ സമയം കണ്ടു. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ നിത്യത മുതൽ നിത്യത വരെ നീ ദൈവമാകുന്നു. സമയത്തിന്റെ രണ്ടറ്റത്ത് നിത്യത. സമയത്തിൽ ദൈവം തന്റെ വലിയ പ്രൊജക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആദ്യം സ്വർഗവും ഭൂമിയും ഒന്നായിരുന്നു. എന്നാൽ മനുഷ്യന്റെ അനുസരണക്കേട് മൂലം അത് രണ്ടായി. എന്നാൽ ദൈവവചനം പറയുന്നു, കാലസമ്പൂർണതയിൽ ക്രിസ്തു അത് വീണ്ടും ഒന്നാക്കും. സമയം തീരുമ്പോൾ അത് വീണ്ടും ഒന്നായിരിക്കും. ഈ സമയത്തിൽ ഈ ലോകത്തിലേക്ക് കയറുവാൻ ഓരോ വ്യക്തികളെയും ദൈവം അയച്ചുകൊണ്ടേയിരുന്നു. ആദ്യം ആദത്തിൽ ആരംഭിച്ചു. തുടർന്ന് പലരും, നോഹയും അബ്രഹാമും ജോഷയും പത്രോസും പൗലോസും മാർട്ടിൻ ലൂതറും ഞാനും നിങ്ങളും ഈ സമയം പോയിക്കൊണ്ടേയിരിക്കുന്നു. ഓരോരുത്തരും ഈ ഭൂമിയിലേക്ക് കയറിയപ്പോൾ അവർക്ക് മണ്ണ് കൊണ്ടുള്ള ഒരു യൂണിഫോം ലഭിച്ചു. ഈ ഭൂമിയിൽ നിന്ന് അവർ പോകുമ്പോൾ ആ യൂണിഫോം ഇവിടെ ഊരിയിട്ട് വിട്ട് മടങ്ങിപ്പോകണം. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ, യൂണിഫോമിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും ചീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ നമുക്ക് മനസ്സിലായി. ദൈവം നമ്മളുടെ ടെസ്റ്റ് ചെയ്യുകയാണ്. ഓരോരുത്തരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പ് നിൽക്കേണ്ടി വരും. നമ്മുടെ മുമ്പിൽ കുറവുണ്ട്, കൂടുതലുണ്ട്, പണമുണ്ട്, പണമില്ലാതെയുണ്ട്, പ്രശ്നങ്ങളുണ്ട്, പ്രശ്നങ്ങളില്ലാതെയുണ്ട്. എന്നാൽ സ്വർഗത്തിലെ ദൈവം നോക്കുകയാണ് ഓരോന്നിലും നമ്മൾ എങ്ങനെ ഉത്തരം എഴുതുന്നു. സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ കണ്ണുകൾ മനുഷ്യപുത്രന്മാരെ ശോധന ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ദൈവം ഇനി നിന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവം ഇന്ന് എനിക്ക് മാർക്കിടുമ്പോൾ ഞാൻ ജയം പ്രാപിക്കുമോ? ഞാൻ എന്റെ സ്വന്തം ഇഷ്ടമാണോ ചെയ്യുന്നത്, അതോ ദൈവ ഇഷ്ടമാണോ ഞാൻ ചെയ്യുന്നത്? ഞാൻ ദൈവത്തിന് വേണ്ടിയാണോ നിലനിൽക്കുന്നത്, അതോ എന്റെ സ്വന്തം ഇഷ്ടങ്ങൾ ചെയ്യുവാൻ, എന്റെ ഉപജീവനത്തിന് വേണ്ടിയാണോ ഞാൻ നിൽക്കുന്നത്? ആരാണ് സ്വർഗരാജ്യം അവകാശമാക്കുന്നത്? ദൈവത്തിന്റെ ഇഷ്ടം കേൾക്കുന്നവനല്ല, അത് പ്രസംഗിക്കുന്നവനല്ല, അത് ചെയ്യുന്നവനാണ് ദൈവരാജ്യം അവകാശമാക്കുന്നത്. മനസ്സിലാക്കി. രക്ഷ വേറെ, ദൈവരാജ്യം അവകാശമാക്കുന്നത് വേറെ. വെളിപ്പാട് പുസ്തകത്തിലെ 7 സഭകളും അതിലുള്ളവരും രക്ഷയുടെ അനുഭവത്തിൽ കടന്നു വന്നവരാ. എന്നാൽ അവരോട് കർത്താവ് പറഞ്ഞു, ജയിച്ചാൽ നീ അവകാശമാക്കും. ആദത്തിന് കൊടുക്കാത്തതൊന്നും നിനക്ക് തരും.
അതെ, ജീവവൃക്ഷത്തിന്റെ ഫലം നിനക്ക് തിന്മാൻ തരും. എനിക്കും നിങ്ങൾക്കും അത് ആവശ്യമാണ്. ദൈവഹിതം തികയ്ക്കുന്നവർക്കാണ് അത് ലഭിക്കപ്പെടുവാനിടയാകുന്നത്. പിശാചിന്റെ മറ്റൊരു തന്ത്രത്തെ നാം മനസ്സിലാക്കുവാനിടയായി. നമുക്ക് അനുവദിക്കപ്പെട്ടുള്ള സമയം അപഹരിച്ച് നമ്മളെ മറ്റു തെറ്റായിട്ടുള്ള നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരമുള്ള പദ്ധതികളിൽ തിരക്കാലേക്ക് കൊണ്ടുവരിക, നമ്മുടെ സമയം നഷ്ടപ്പെടുത്തുക, നമ്മളെ സംബന്ധിച്ചുള്ള ദൈവഹിതം കേൾക്കുകയോ അത് ചെയ്യുകയോ അതിനനുവദിക്കാതെ അതിനെ നഷ്ടപ്പെടാക്കി കളയുക. ഈ നിമിഷം നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യുക. കേട്ട വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം മൂവ് ചെയ്യുന്ന വ്യക്തിയാണോ, അതോ ദൈവാലോചന ചോദിച്ച് പാറയിൽ നിന്ന് ആരംഭിച്ച വ്യക്തിയാണോ? പാറയിൽ നിന്ന് ആരംഭിച്ചാൽ പിശാച് അതിനെ ജയിക്കുകയില്ല. ദൈവത്തിന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കും. നമ്മളെ തന്നെ ശോധന ചെയ്യാം. ഈ ഫിൽറ്ററിലൂടെ ഞാനിപ്പോൾ കടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കടന്നുകൊണ്ടിരിക്കുമ്പോൾ ഹോളി ഗോഡ്, എന്റെ ദൈവത്തിന്റെ മുൻപിൽ ഞാനിപ്പോൾ റൈറ്റ് ആണോ അതോ തെറ്റാണോ? ഞാൻ വളരെ ഗുഡ് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണോ, അതോ ഞാൻ റൈറ്റ് ആയിട്ടുള്ള ദൈവഹിതം ചെയ്യുന്ന വ്യക്തിയാണോ? ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങളുടെ സൽപ്രവൃത്തികളെല്ലാം അവന്റെ മുമ്പിൽ കറ പുരണ്ട തുണി പോലെയാണ്. ദൈവഹിതം ചെയ്യുമ്പോൾ ദൈവം നമ്മളെ അംഗീകരിക്കുന്നു. നമ്മളെ തന്നെ ശോധന ചെയ്യുന്നു. നമ്മളെ തന്നെ ശോധന ചെയ്ത് കുറവുകളുണ്ടെങ്കിൽ ഈ നിമിഷം ദിവസം നിരന്നുകൊണ്ട് ഒരു സ്റ്റെപ്പ് നമ്മൾ കഴിഞ്ഞു, കർത്താവ് നമുക്ക് വേണ്ടി അത് ചെയ്തു. രണ്ടാം സ്റ്റെപ്പ് ചെയ്യുവാൻ നമ്മളെ ഏൽപ്പിച്ചു. സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി ചതയ്ക്കാൻ പോവുകയാണ്. കാൽ കൊടുക്കാൻ ഞാൻ തയ്യാറാണോ? കാൽ കൊടുക്കണമെങ്കിൽ അതിനു മുമ്പ് എന്റെ ഹൃദയം ഞാൻ കൊടുത്തിരിക്കണം. ഹൃദയം ഞാൻ എനിക്കോ എന്റെ മതത്തിനോ എന്റെ ഡിനോമിനേഷനോ കൊടുത്തിട്ടുണ്ടോ? അല്ല, എനിക്ക് എന്റെ കർത്താവിന് കൊടുക്കണം. അത് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. നന്ദി നിറഞ്ഞോട് ഹൃദയത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, പരിശുദ്ധ ദൈവമേ, ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. നന്ദിയോട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചൊല്ലുന്നു. നീ ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമാകിയാൽ, ഞങ്ങളുടെ നല്ല പിതാവാകിയാൽ കർത്താവെ ഞങ്ങൾ അങ്ങേ വാഴ്ത്തി സ്തുതിക്കുന്നു. കർത്താവെ, അങ്ങയുടെ മക്കളാകുന്ന ഞങ്ങൾ കർത്താവെ, ഹല്ലേലൂയ, അങ്ങയുടെ തിരുസന്നിധിയിലായിരിക്കാൻ അങ്ങയുടെ ദാസനിലൂടെ കർത്താവെ സ്തോത്രം വചനത്തിന്റെ ആഴങ്ങളിലേക്ക് കർത്താവെ ഞങ്ങളെ നയിച്ച് കർത്താവെ വചനത്തിന്റെ മർമ്മങ്ങളെ കർത്താവ് പറഞ്ഞു തന്നതിനാൽ നാഥ ഞങ്ങൾ അങ്ങേ വാഴ്ത്തി സ്തുതിക്കുന്നു. കർത്താവെ, കേൾക്കുന്ന വചനം കർത്താവ് വൃഥാവായി പോകുവാനല്ല കർത്താവെ, അത് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ തക്കവണ്ണം അങ്ങയുടെ ഓരോ മക്കളെയും അവിടെ നിന്നും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ മക്കളെ കർത്താവ് കൂട്ടി വരുത്തിയതിന് പ്രത്യേക ഉദ്ദേശമുണ്ടെന്ന് കർത്താവെ ഞങ്ങൾ അറിയുന്നു. കർത്താവെ, ഹല്ലേലൂയ, കർത്താവെ, അങ്ങയുടെ ഉദ്ദേശം കർത്താവെ ഞങ്ങളിലൂടെ നിറവേറ്റപ്പെടുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണം
സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അല്പ ദിവസങ്ങൾ കർത്താവ് ഈ ലോകത്തിൽ ഞങ്ങളെ ആക്കിയിരിക്കുമ്പോൾ അത് ദൈവരാജ്യത്തിന്റെ പ്രവൃത്തികൾ അങ്ങയുടെ ഹിതത്തിനനുസരണമായി ധരയിൽ ചെയ്യുവാൻ തക്കവണ്ണം അങ്ങയുടെ ഓരോ മക്കളെയും കർത്താവെ അല്ലെങ്കിൽ സഹായിക്കണമേ. അങ്ങയുടെ ഓരോ മക്കളെയും കർത്താവെ രൂപാന്തരപ്പെടുത്തണമേ. അതിനായിട്ട് കർത്താവെ ഒരുക്കിയിരിക്കുന്ന ഈ പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ അങ്ങയുടെ പ്രസ്ഥാനത്തെ കർത്താവെ സമർത്ഥമായി അനുഗ്രഹിക്കണമേ. കർത്താവെ അനേകർ കർത്താവെ ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന് അതേ കർത്താവിന്റെ വചനം കേൾക്കുവാൻ അങ്ങയുടെ വചനത്തിന് അനുസൃതമായി കർത്താവെ ജീവിതത്തെ ഒരുക്കുവാൻ അല്ലെ സത്യ ദൈവമായി ആരെന്ന് അല്ലെ ദൈവ വെളിപ്പെടുത്തുവാൻ നാഥ അവിടെ ഒന്നും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ അല്ലെങ്കിൽ അങ്ങയുടെ അല്ലെ കർത്താവെ മകനെ അവിടുത്തെ തിരുകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ അത്ഭുതത്തിന്റെ കരങ്ങൾ കൂടെ ഇരുന്ന് അങ്ങയുടെ മകനെ കർത്താവ് ഇതിനായിട്ട് അത് എടുത്ത് ഉപയോഗിക്കുന്ന വലിയ ദയക്കായിട്ട് സ്തോത്രം കർത്താവ്. അങ്ങയുടെ മകനിലൂടെ കർത്താവ് സ്തോത്രം ഹാലെ ഞങ്ങളോട് ഇടപെട്ടതിനാൽ നാഥ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്ന കർത്താവെ സ്തോത്രം ഹാലേലൂയ. കർത്താവെ സ്തോത്രം ഈ വരുന്ന ദിവസങ്ങളെല്ലാം കർത്താവെ അനുഗ്രഹത്തിന്റെ ദിവസമായി ആക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിനോട് കൂടെ ആയിരുന്നു കൊണ്ട് കർത്താവിന്റെ വചനം മനസ്സിലാക്കി കർത്താവെ സ്തോത്രം ഞങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു തീരുമാനമെടുത്ത് കർത്താവിന് വേണ്ടി ജീവിപ്പാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവെ അങ്ങയുടെ മക്കളെ ഓരോരുത്തരെയും അല്ലെങ്കിൽ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രസ്ഥാനത്തെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം ഹാലെ ഷാജി ബ്രദറിനെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അല്ലെങ്കിൽ കർത്താവെ കൈത്താങ്ങിലൂടെ ഓരോ വ്യക്തി ജീവിതങ്ങളെയും അല്ലെങ്കിൽ എല്ലാ ശുശ്രൂഷകരെയും കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അല്ലെങ്കിൽ കർത്താവിന്റെ നാമം കർത്താവെ മഹിമപ്പെടുവാൻ കർത്താവ് ഞങ്ങളിലെല്ലാം കർത്താവിന്റെ നാമം മഹിമപ്പെടുവാൻ അത് അവിടെ ഒന്ന് വെടിയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അല്ലെങ്കിൽ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. വല്ലഭനാമേശുവേ ആരാധി. Hallelujah. We give you glory. Hallelujah. പ്രിയ നല്ല പിതാവേ, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെയുള്ള കൃപയ്ക്കായി നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുകയാണ്. കർത്താവേ, ഈ പകൽക്കാലം അങ്ങയുടെ ആത്മാവ് ഞങ്ങളോട് സംസാരിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങളെ ഒരുക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. കർത്താവേ, ദൈവരാജ്യത്തിൻ്റെ പ്രവൃത്തികൾക്കായി ഞങ്ങൾ ഓരോരുത്തരെയും ഒരുക്കിക്കൊണ്ടിരിക്കുന്നതിനായി നന്ദിയോടെ സ്തുതിക്കുകയാണ്. യുദ്ധത്തിനായി ഞങ്ങളുടെ വിരലുകളെയും ഞങ്ങളുടെ കൈകളെയും അഭ്യസിപ്പിക്കുന്നത് അങ്ങാകുകയാണ്. നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. യുദ്ധക്കളരിയിൽ അങ്ങയുടെ ആത്മാവ് ഒരുക്കുന്നതിനായി സ്തോത്രം. ഇതാ വീണ്ടും അങ്ങയുടെ കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്നു. അങ്ങയുടെ തിരുഹിതം പോലെ കർത്താവെ അങ്ങ് ഒരുക്കിയാട്ടെ. നാവിൻ്റെ ഉത്തരം യഹോവയിൽ വരുന്നു എന്നുള്ള വചനപ്രകാരം അടിയനെ താഴ്ത്തി ഏൽപ്പിക്കുകയാണ്. അങ്ങയുടെ ദാസന്മാരുടെ ദാസിമാരുടെ കർത്താവെ ഹൃദയങ്ങളെ അങ്ങ് ആഗ്രഹിക്കത്തക്ക രീതിയിൽ മനസ്സിലാക്കുവാൻ അങ്ങ് തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി. അങ്ങയുടെ കുടക്കീട് ഞങ്ങൾ ഇരുത്തിയതിനായി സ്തോത്രം. മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ പ്രിയ പിതാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവസന്നിധി ഇരുന്നാട്ടെ. ഓ ജീസസ്, ഐ ഗിവ് യു ഗ്ലോറി. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സബ്ജക്റ്റ് ഏതാ? ഏത് ഭാഗത്തേക്ക് നമ്മൾ കയറി? ശത്രുവിന്റെ കാൽ കീഴിലോ? പ്രൈസ് ഗോഡ്. സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി ചതച്ചുകളെ. സ്തോത്രം. ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ശക്തി, നമ്മളുടെ സമ്മതം. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ശക്തി ദൈവത്തിന്റെ സമ്മതമല്ല,